ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഇന്നിപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ പിന്നപ്പുറത്തുള്ളത് ഇപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡിങ് ചൂരൽമല പ്രദേശത്ത് നടന്നു എന്ന് ഇപ്പം വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് തന്നെ യൂട്യൂബ് എൻ്റെ ചാനലിനകത്ത് തന്നെ പറഞ്ഞതാണ്, ഈ മഴ വരുമ്പോഴും ഇതൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുകയും പിന്നെ ഇതിന് ആ ഒരു സമയത്ത് മാത്രമേ ഇതിൻ്റെ ചർച്ചകൾ നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചർച്ചയില്ല, ഒന്നുമില്ല, എല്ലാം പോകും. അപ്പം ഞാൻ ഇപ്പം കോൺഗ്രസ് കയറിയിട്ട് 2 മാസം ആയതേ ഉള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു ഭരണമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനി രമേശ് ചെന്നിത്തലയാണെന്ന് പറഞ്ഞാലും ആഭ്യന്തര വകുപ്പ് നല്ല രീതിയിലാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലൊക്കെ തന്നെ ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന ഇതും ആ വകുപ്പും നല്ല രീതിയിൽ പോകണം. അതായത് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്തല്ല നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. അതിനു മുന്നേ നമ്മളത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ലാൻഡ് സ്ലൈഡിങ് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഇതാണ് ചൂരൽമല എന്നൊക്കെ. ലാൻഡ് സ്ലൈഡിങ് ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ഇനിയെങ്കിലും ഈ ഗവൺമെൻറ്റിനോട് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. നല്ല പോസിറ്റീവായിട്ടാണ് ഈ ഒരു സമയം വരെ ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലാൻഡ് സ്ലൈഡിങ് ആരാണ് ഭൂമിയുടെ ഇത് മന്ത്രി ആരാണ്, ആ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ശരിക്കും നാളെ ഇതെല്ലാം വേണ്ടതാണ്. ഭൂമിയാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. ഭൂമി നമുക്ക് നാളെ അധിവസിക്കണമെങ്കിൽ ഇതിന് മേളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിട്ട് നമ്മുടെ തലമുറകളും ഇനിയും താമസിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഒക്കെ എൻ്റെ ആശംസകൾ അറിയിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.